മലമ്പുഴ അണക്കെട്ടിൽ മഹാശിലായുഗത്തിലെ 100-ലധികം നിർമ്മിതികൾ അമ്പരന്ന പുരാവസ്തു ഗവേഷകർ. പാലക്കാട്ടെ മലമ്പുഴ അണക്കെട്ടിന് സമീപം മഹാശിലായുഗത്തിലെ 100-ലധികം നിർമ്മിതികൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തി. മലമ്പുഴ അണക്കെട്ടിന് സമീപം നടത്തിയ പര്യവേഷണത്തിലാണ് ദ്വീപ് പോലെ കുന്നുകളിൽ വ്യാപിച്ചു കിടക്കുന്ന മെഗാലിത്തിക് നിർമ്മിതികൾ കണ്ടെത്തിയത്. സർവേയിൽ 45 ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന നിലയിലാണ് മഹാശിലായുഗത്തിലെ 110-ലധികം നിർമ്മിതികൾ കണ്ടെത്തിയതെന്ന് ASI ഉദ്യോഗസ്ഥർ പറഞ്ഞു. മഹാശിലായുഗത്തിലെ നിർമ്മിതികൾ ചുണ്ണാമ്പ് കൊണ്ടോ സിമന്റ് കൊണ്ടോ നിർമ്മിച്ചതല്ല. പലപ്പോഴും പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച് ശവസംസ്കാരത്തിനായി നിർമ്മിച്ച നിർമ്മിതികളാണിവ. നവശിലായുഗത്തിലും വെങ്കലയുഗത്തിലും ഇത്തരം അറകൾ സാധാരണമായിരുന്നു. ശവസംസ്കാരത്തിനായി ഉപയോഗിച്ച മിക്ക അറകളും പ്രാചീന കല്ലറകളാണ്. തൊപ്പിക്കല്ല്, നന്നങ്ങാടി പോലുള്ള പ്രാചീന കല്ലറകളാണ് കണ്ടെത്തിയതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ നിർമ്മിതികൾ പ്രധാനമായും കൂറ്റൻ ഗ്രാനൈറ്റ് സ്ലാബുകളും പാറക്കല്ലുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ വെട്ടുകല്ലുകളും ഉൾപ്പെടുന്നു. മഹാശിലായുഗത്തിലെ നിർമ്മിതികൾ ഇന്ത്യയിലുടനീളം, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്നു. കർണാടകയിലെ ബ്രഹ്മഗിരിയും തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂരുമാണ് ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലങ്ങൾ. വലിയ തോതിൽ മഹാശിലായുഗത്തിലെ നിർമ്മിതികൾ കണ്ടെത്തിയത് കേരളത്തിലെ ആദ്യകാല ഇരുമ്പുയുഗ സമൂഹത്തെയും വിശ്വാസ വ്യവസ്ഥയെയും കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. പുരാതന കാലങ്ങളിൽ സ്മാരകങ്ങൾ നിർമ്മിക്കാനും ശവസംസ്കാരം നടത്താനും ഉപയോഗിക്കുന്ന വലിയ കല്ലുകളാണ് മെഗാലിത്ത്. ഒന്നോ ഒന്നിലധികം മെഗാലിത്തുകളോ ചേർത്ത് വെച്ചാണ് സ്മാരകം നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ നിരവധി മെഗാലിത്ത് ഘടനകളുണ്ട്. അവയിൽ പലതും നവീന ശിലായുഗ കാലഘട്ടത്തിലെയും ഇരുമ്പുയുഗത്തിന്റെ ആദ്യകാല കാലഘട്ടത്തിലെയും പഴക്കമുള്ളതാണ്. വലിപ്പം, ആകൃതി എന്നിവയിൽ മെഗാലിത്തുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു.